ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ലോക്കിയുടെ വീഡിയോ അല്ല. ലോക്കിയുടെ വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിയ പുതിയ കോപ്രോ ഹീറോ 9 ബ്ലാക്കിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ്. ഇത് നമുക്ക് തുറന്നു നോക്കാം ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത്. ആമസോണിൻ്റെ ഭയങ്കര നല്ല പാക്കിംഗ് ആണ്. നല്ല ബബിൾസൊക്കെ നല്ല കട്ടിക്ക് തന്നെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ക്യാമറയ്ക്ക് യാതൊരുവിധ കേടുപാടുകളും വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ കോപ്രോ ഹീറോ 9 പാക്കറ്റ് പൊട്ടിച്ച് പുറത്തെടുത്തിരിക്കുകയാണ്. നല്ല നല്ല കുഷ്യനോടുകൂടിയുള്ള പാക്കിംഗ് കവറാണ് കേട്ടോ. നല്ല കട്ടിയില്ലാണ് അത്. ഇനി നമ്മളിത് മാറ്റിയിരിക്കുന്നു. ഇതാണ് ബോക്സ് കവർ. പ്ലാസ്റ്റിക് കവർ ഒന്ന് പൊട്ടിച്ചേക്കാം. സോ ഇതാണ് ബോക്സ്. GoPro ഹൈപ്പർ സ്മൂത്ത് 3.0 ഹീറോ 9 ബ്ലാക്ക് 20 MB ആൻഡ് 5K വീഡിയോ. 5K പക്ഷേ 30 FPS എടുക്കാൻ പറ്റുള്ളൂ. 4K 60 FPS വരെ നമുക്ക് എടുക്കാം. 33 feet വരെ നമുക്ക് വെള്ളത്തിനടിയിൽ GoPro ഉപയോഗിക്കാവുന്നതാണ്. 1080 ലൈവ് സ്ട്രീമിംഗ്. ഇതിൻ്റെ സൈഡിൽ പിന്നെ ഇതിൻ്റെ കുറച്ച് ഇതിനകത്ത് കണ്ടൻറ്റ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ. ഇവിടെ ജസ്റ്റ് പിക്ചർ മാത്രമേ ഉള്ളൂ. ഇവിടെ അഗെയിൻ 20 MB ക്യാമറ, 5K 33 feet അണ്ടർ വാട്ടർ വോയിസ് കൺട്രോൾ, 8x സ്ലോ മോഷൻ ആൻഡ് ഡേറ്റ ഓവർലേസ്, ടൈം റാപ്പ് 3.0, 1080p ലൈവ് സ്ട്രീമിംഗ്, സൂപ്പർ ഫോട്ടോ HDR ആൻഡ് റോ ഫോട്ടോ ഓൾസോ നമുക്ക് ഇതിനകത്ത് എടുക്കാം. വെബ് ക്യാം മോഡ്, ടച്ച് സ്ക്രീൻ. ഓക്കെ, കോപ്പർ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബോക്സ്. വേറെ ഇൻഫർമേഷൻ ഒന്നും ഇതിൻ്റെ പുറത്തില്ല. ഇതിപ്പോൾ ആമസോണിൽ ഇപ്പോൾ നമുക്ക് 43 ഇപ്പോൾ അവൈലബിൾ ആണ്. ഞാനിപ്പോൾ ജസ്റ്റ് ഇത് ആമസോണിൽ ആദ്യമായിട്ട് ഇത് ലിസ്റ്റ് ചെയ്തപ്പോൾ ഇതിന് ഏതാണ്ട് 50,000 rupees വില ഉണ്ടായിരുന്നു. ഇപ്പോൾ 2 ആഴ്ചയായിട്ട് അത് വില കുറഞ്ഞു വന്നിട്ടുണ്ട്. ഞാൻ വാങ്ങിയപ്പോൾ 45 ആയിരുന്നു റിസീവ്. ഞാൻ ഇവിടെ ഇന്നിപ്പോൾ എനിക്കിത് കിട്ടിയപ്പോഴത്തേക്കും ഞാൻ ഇന്ന് ആമസോണിൽ നോക്കിയപ്പോൾ അത് 43 ആയിട്ടുണ്ട്. പക്ഷേ നമുക്കിത് എന്താണ് ഇതിനകത്ത് വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആമസോണിലുള്ള പാക്കേജിൽ ചിലർ റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് ക്യാമറയിൽ ഇടാനുള്ള SD കാർഡ് ഇല്ല എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് ഞാനൊരു SD കാർഡ് വാങ്ങിയിട്ടുണ്ട്. ഈ SD കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാൻഡിസ്കിൻ്റെ എക്സ്ട്രീം എന്ന് പറഞ്ഞ SD കാർഡാണ്. 128 GB SD കാർഡാണ്. ഇതിനത് നമ്മൾ GoPro ഹീറോ 9 വേണ്ടി മേടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇത് GoPro ഹീറോ 9 നമുക്ക് 5K വീഡിയോ നമുക്ക് റെക്കോർഡ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് ഈ U3 വെർഷൻ, അതായത് ഇതാണ് നമുക്ക് വീഡിയോ റൈറ്റിങ്ങിൻ്റെ സ്പീഡ് മനസ്സിലാക്കുന്നത്. V30 എന്ന് പറഞ്ഞാൽ വീഡിയോൻ്റെ റൈറ്റ് ചെയ്യുന്ന സ്പീഡ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ V30 പിന്നെ ഈ യുവിൻ്റെ അകത്ത് 3 എന്ന് പറയുന്ന സിമ്പിളുള്ള SD കാർഡ് ഇപ്പോൾ കാണാമെന്ന് ഉദ്ദേശിക്കുന്നു. U3 എന്നും പിന്നെ ഇവിടെ V30 എന്നും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഈ ഡിസ്ക് മാത്രം വാങ്ങിയാൽ നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ പെർഫോമൻസ് 5K റൈറ്റ് ചെയ്യാവുന്ന പെർഫോമൻസ് നമുക്ക് കിട്ടണമെങ്കിൽ ഈ കാർഡ് തന്നെ നമുക്ക് മേടിക്കണം. ഇതിനിപ്പോൾ 2200 രൂപയ്ക്ക് ഞാൻ ആമസോണിൽ നിന്ന് തന്നെ വാങ്ങിയതാണ്. കാരണം ഇതിൻ്റെ ആമസോണിലുള്ള ഈ GoPro പാക്കേജിനകത്ത് നമുക്ക് കാർഡ് ഇതിനൊപ്പം വരുന്നില്ല. നമുക്ക് ഇതിനകത്ത് നോക്കാം, ഇനി ബോക്സിനകത്ത് എന്താണ് ഇതിനകത്തുള്ളത് എന്ന് നമുക്ക് നോക്കാം. പൊടിയാണല്ലോ, നിറച്ച് പൊടിയാണ്. ഇതാണ് നമ്മുടെ അകത്തുള്ള
കവറ്. ഇത് നല്ല സ്റ്റിഫാണ്, നല്ല ഹാർഡായിട്ടുള്ള ഒരു കേസ് തന്നെയാണ് ഇതിനകത്തുള്ളത്. അത് തുറന്ന് നോക്കാം നമുക്ക് ഇതിനകത്ത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ബോക്സിനകത്തുള്ള കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ. ഇതിനകത്ത് നമുക്കിവിടെ ഗോപ്രോൻ്റെ സബ്സ്ക്രിപ്ഷൻ ഫോമുണ്ട്. നമുക്ക് ലിങ്ക് നമുക്ക് ഇതിനകത്ത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഗൈഡ്സാണ്, എങ്ങനെ അത് റിമൂവ് ചെയ്യാം, ബാറ്ററി റിമൂവ്, അതിൻ്റെ എല്ലാം പോയിൻറ്റ്സാണ്. പിന്നെ നമ്മുടെ ആസ് യൂഷ്വൽ നമ്മുടെ യൂസർ മാനുവൽ. പിന്നെ നമ്മുടെ USB കേബിളാണ് ഇത്. ടൈപ്പ് സി USB കേബിളാണ്. പിന്നെ ഉള്ളത് നമ്മുടെ ബാറ്ററി ഈ ബ്ലൂ കളർ ലേബിലുള്ളത്. ഇപ്പോൾ GoPro Hero 7 or 6 ആണെന്നുണ്ടെങ്കിൽ ഇതൊരു ബ്ലാക്ക് കളറിലായിരിക്കും ഈ ലേബൽ വരും. അത് പഴയ മോഡൽ ബാറ്ററിയാണ്. അതിപ്പോൾ Hero 8 മുതൽ അത് സപ്പോർട്ട് ചെയ്യില്ല. Hero 8ഉം Hero 9ലും ഫുൾ ഫീച്ചർ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ബ്ലൂ ലേബലിലുള്ള ടൈപ്പുള്ള ബാറ്ററി തന്നെ വേണം. ബാറ്ററി 1720 mAh ബാറ്ററിയാണ്. ഇത് പഴയതിനൊക്കെ കുറച്ചുകൂടി ലോങ് ലാസ്റ്റ് ചെയ്യുന്നതാണ് GoPro അവകാശപ്പെടുന്നത്. ഓക്കെ, സോ അതാണ് ബാറ്ററി. അപ്പോൾ ഇത് സ്റ്റിക്ക് ചെയ്യുന്ന ക്ലാമ്പാണ്. ലെഗ് സ്ക്രൂ ചെയ്യുന്ന മൗണ്ടാണിത്. GoPro എന്നുള്ള ഇതൊക്കെ വെച്ചിട്ടുള്ളൊരു മൗണ്ടാണിത്. പിന്നെ ഹെഡ് അത് സ്ക്രൂ ചെയ്യാനുള്ള നമുക്ക് സ്ക്രൂ ഇവിടെ അവൈലബിൾ ആണ്, കൂടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഫൈനലി ഇതാണ് നമ്മുടെ GoPro Hero 9 ക്യാമറ. ഇതിനകത്ത് ഒരു പ്ലാസ്റ്റിക് കവറുണ്ട്, അത് നമുക്ക് റിമൂവ് ചെയ്യാം. സൈഡിൽ ഫ്രണ്ടിൽ തന്നെ നമ്മുടെ ഇപ്പോൾ പുതിയ Hero 9ലുള്ള സ്ക്രീനുണ്ട്. ഇവിടെ മൈക്രോഫോണിൻ്റെ ഗ്യാപ്പുണ്ട്. ഇവിടെ മോഡിൻ്റെ പവർ ഓൺസ് ബട്ടൺ. ഇവിടെ നമ്മുടെ റെക്കോർഡിംഗ് സ്വിച്ച്, നമ്മുടെ ടച്ച് സ്ക്രീൻ. താഴെ നമ്മുടെ ഈ മൗണ്ട് ചെയ്യാനുള്ള ലെഗ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബോക്സിനകത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ക്യാമറയുടെ അകത്ത്. ജസ്റ്റ് ഇങ്ങനെ തള്ളിയിട്ട് വേണം. ബാറ്ററിയുടെ ഒരു ചെറിയൊരു ഇപ്പോൾ അത് പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മളിത് തുറന്നിട്ട് ബാറ്ററി ഇടുന്നത് നോക്കുക. അവിടെ അകത്ത് ഈ വരുന്ന വശം തന്നെ കറക്റ്റായിട്ട് ഇടുക. ഇങ്ങനെ പിടിച്ചിട്ട് ഓക്കെ, ഫുള്ളി അകത്തിട്ട് കയറിയിട്ടുണ്ട്. ബാറ്ററിയോട് ചേർന്ന് തന്നെയാണ്, ഇവിടെ തന്നെയാണ് നമുക്ക് SD കാർഡിനുള്ള ഗ്യാപ്പും കൊടുത്തിരിക്കുന്നത്. ഇനി മെമ്മറി കാർഡ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ മെമ്മറി കാർഡ് ഇൻസെർട്ട് ആയിക്കാണ്. നമ്മൾ അതിൽ നിന്ന് ഊരാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ അതിനകത്തൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് വീണ്ടും നമുക്ക് ഊരാവുന്നതാണ്. വീണ്ടും നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്ത് അത് തിരിച്ച് പോപ്പ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ നമുക്ക് മെമ്മറി കാർഡ് എടുക്കാം, തിരിച്ച് അതിലേക്ക് തന്നെ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സെറ്റായി. ഓക്കെ, ചാർജ് ചെയ്യാനുള്ള USB Type-C കേബിളിൻ്റെ കണക്ഷൻ ഇവിടെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മുടെ ബാറ്ററിയുടെയും SD കാർഡ് ഇടുന്നതിൻ്റെയും തൊട്ടടുത്തായിട്ട് തന്നെയാണ് നമ്മൾ തന്നിരിക്കുന്നത് നമ്മുടെ Type-C ചാർജർ കണക്ട് ചെയ്യാനുള്ളത് ഉപയോഗിക്കുന്നത്. 5 വോൾട്ടിൻ്റെ ചാർജിൽ കുത്തിയിട്ട് നമുക്കിത് ചാർജ് ചെയ്യാവുന്നതാണ്. ഇതിപ്പം നമ്മൾ സാധാ ഉപയോഗത്തിന് ഇതൊരു 2 മണിക്കൂറുകൾ ലാസ്റ്റ് ചെയ്യുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ വളരെയധികം റെക്കോർഡ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇതേപോലൊരു എക്സ്ട്രാ ബാറ്ററി വാങ്ങുന്നത് നന്നായിരിക്കും. കാരണം ഇതിൻ്റെ ഒപ്പം നമുക്ക് എക്സ്ട്രാ ബാറ്ററി കിട്ടുന്നില്ല. വൺസ് ഇത്
ചാർജ് തീർന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വെയിറ്റ് ചെയ്യേണ്ടി വരും. ബാറ്ററി ഫുൾ ചാർജ് ആയിട്ട് വീണ്ടും യൂസ് ചെയ്യാനായിട്ട് നമ്മളിത് ലോക്ക് ചെയ്യാം. ഓക്കെ, ലോക്ക്ഡായി. നമ്മൾ പവർ ഓൺ ചെയ്യാം. ഓക്കെ, ഓൺ ആയിരിക്കുകയാണ്. ഓക്കെ, GoPro Hero 9 ഓൺ ആയിരിക്കുകയാണ്. GoProവിൻ്റെ സിമ്പിൾ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ലാംഗ്വേജ് സെറ്റിങ്സിൻ്റെ മെനു ആണ് ചോദിക്കുന്നത്. ലാംഗ്വേജ് ഇംഗ്ലീഷ് സെലക്ട് ചെയ്ത് ജസ്റ്റ് ലീഗൽ സ്റ്റഫാണ്, നമ്മളത് എഗ്രി ചെയ്യുക. GPS ക്യാപ്ചർ ദ ലൊക്കേഷൻ വരെ തൽക്കാലത്തേക്ക് ഞാൻ ഓഫ് ചെയ്തിട്ടാണ്. നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് സ്ഥലവും ഒക്കെ അതിനകത്ത് ഇംപ്രിൻ്റ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഓൺ ചെയ്തതാണ്. ഞാൻ പിന്നെ ബാറ്ററി സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനത് ഓഫ് ചെയ്തിട്ടാണ്. നൗ GoPro ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പറയുകയാണ്. നമ്മൾ ഫോണിൽ GoPro ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി സെറ്റപ്പ് കൂടി കംപ്ലീറ്റ് ചെയ്യാമെന്ന് പറയാം. നമുക്ക് ഒന്നില്ലെങ്കിൽ ഫോണിൽ ആപ്പ് സെറ്റപ്പ് ചെയ്തിട്ട് കണ്ടിന്യൂ കൊടുക്കാം, ഇല്ലെങ്കിൽ നമുക്കിത് സെറ്റപ്പ് നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഡേറ്റ് സെറ്റ് ചെയ്യാനാണ്. ഡേറ്റ് നമ്മൾ ഓക്കെ, ടൈം സെറ്റ് ചെയ്യണം. ഓക്കെ, നമ്മൾ സെറ്റപ്പ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ഡിസ്പ്ലേ. കളർ ഡിസ്പ്ലേ ആണ്. മുന്നത്തേലൊന്നും GoPro Hero 8 കളർ ഡിസ്പ്ലേ ഉണ്ടായിട്ടില്ല. ഇതിനകത്താണ് ആദ്യമായിട്ട് കളർ ഡിസ്പ്ലേ GoPro ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമുക്കിനി ഇതിൻ്റെ സെറ്റിങ്സ് പരിചയപ്പെടാം. അപ്പോൾ നമ്മൾ ചില മൊബൈൽ ഫോൺസിലുള്ള പോലെ തന്നെ നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ മെനൂസ് വരും. ഫസ്റ്റ് കാണുന്നത് നമ്മുടെ വോയിസ് കൺട്രോളിൻ്റെ മെനു ആണ്. അത് നമുക്ക് ഇവിടുന്ന് ടേൺ ഓൺ ചെയ്യാനും ടേൺ ഓഫ് ചെയ്യാനും സാധിക്കും. ഇത് വോയിസ് കൺട്രോൾ മറ്റൊന്നുമല്ല, ഇത് കുറച്ച് പ്രീഡിഫൈൻഡ് ആയിട്ടുള്ള കമാൻഡ്സ് ഉണ്ട്. അത് സ്റ്റാർട്ട് റെക്കോർഡിങ്, സ്റ്റോപ്പ് റെക്കോർഡിങ്, അങ്ങനത്തെ കുറച്ച് പ്രീഡിഫൈൻഡ് കമാൻഡ്സ് ഉണ്ട്. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാമറ അതനുസരിച്ച് വർക്ക് ചെയ്യും. രണ്ടാമത് വെച്ച് കഴിഞ്ഞാൽ ഇത് ബീപ്പ് സൗണ്ട് ഓൺ ഓഫ് ചെയ്യാനുള്ളതാണ്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓണായി. ഇപ്പോൾ നമ്മളിനി ഓരോ സെലക്ഷനിലൊക്കെ അത് കേട്ടുകൊണ്ടിരിക്കും. ക്യാപ്ചർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും സ്റ്റോപ്പ് ചെയ്യുമ്പോഴും പവർ ഓഫ് ഓൺ ചെയ്യുമ്പോഴൊക്കെ ആ ബീപ്പ് സൗണ്ട് കേട്ടുകൊണ്ടിരിക്കും. അത് ടേൺ ഓൺ ഓഫ് ചെയ്യാനുള്ളതാണ് രണ്ടാമത്തത്. മൂന്നാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വിക്ക് ക്യാപ്ചറിനെയാണ്. അതായത് ഈ റെക്കോർഡിംഗ് ബട്ടൺ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ക്വിക്കായിട്ട് ക്യാപ്ചർ ചെയ്യാനുള്ള, എനേബിൾ ചെയ്യാനുള്ള ഒരു ബട്ടണാണിത്. പിന്നെ അത് അടുത്തത് സ്ക്രീൻ ലോക്കിൻ്റെ. നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ പിന്നെ വീണ്ടും മറ്റ് മെനുവൈസ് പോയി നമ്മുടെ സെറ്റിങ്സ് മാറാതിരിക്കാൻ വേണ്ടി സ്ക്രീൻ ലോക്ക് ചെയ്യാനുള്ള ഒരു മെനു ഐറ്റമാണിത്. ഗ്രിഡാണ്.
അതായത് നമ്മൾ ക്യാമറ ഓൺ ആക്കി കഴിഞ്ഞാൽ ഇപ്പോൾ കാണാൻ നിങ്ങൾക്ക് ഒരു 3x3 ഗ്രിഡ്സ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നതാണ് സ്ക്രീനിൽ. അതാണ് ഗ്രിഡ്. പിന്നെ ഇതാണ് നമ്മുടെ ഫ്രണ്ട് സ്ക്രീൻ ഓപ്ഷൻസ്. അതായത് ഫ്രണ്ട് സ്ക്രീൻ എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പോൾ ബൈ ഡിഫോൾട്ട് ഇപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ടേക്കാണ്. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ ഫ്രണ്ട് സ്ക്രീനിൽ ഒന്നും കാണുന്നില്ല, ഓഫാണ്. ഞാനത് രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ സ്റ്റാറ്റസ് മാത്രം കാണിക്കാനുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ അതിൻ്റെ നമ്മളുടെ ഇപ്പോഴത്തെ സെലക്ഷൻ്റെ എങ്ങനെ മാക്സ് വീഡിയോ 30 FPS ഇതെല്ലാം കാണിക്കുന്ന സ്റ്റാറ്റസ് മാത്രം കാണിക്കുന്ന ഒരു വിൻഡോ ആയിട്ട് മാറി. അതെല്ലാം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആക്ച്വൽ സ്ക്രീനും ഫുൾ സ്ക്രീനിനാക്കിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മൾ കാണുന്ന സ്ക്രീൻ എന്താണോ, അതായത് ഇവിടെ ഈ സ്ക്രീനിൽ എന്താണോ കാണാൻ പോകുന്നത് ക്യാപ്ചർ ചെയ്യുമ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഇവിടെയും കാണാം. സെൽഫി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ ഉപകാരമായിരിക്കും. കാരണം നമ്മൾക്ക് കാണാൻ സാധിക്കും നമുക്ക് എങ്ങനെയാണ് ഇപ്പോൾ വ്യൂ ഇരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് സെൽഫി എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ക്രീൻ ക്യാപ്ചർ ഫ്രണ്ട് സ്ക്രീൻ ഫുള്ള് ക്യാപ്ചറിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത് എടുക്കാവുന്നതാണ് സിമ്പിളായിട്ട്. അപ്പോൾ ഞാനിത് ഓഫ് ചെയ്തിട്ടൊക്കെ നിൽക്കുന്നത് 2 സ്ക്രീൻ ഉള്ളത് കൊണ്ട് ബാറ്ററി ഉപയോഗം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറയണം ഫ്രണ്ട് സ്ക്രീൻ ഞാൻ ഓഫ് ചെയ്തിരുന്നത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓറിയൻറ്റേഷൻ നമുക്ക് ഇപ്പോൾ ഞാൻ ഓറിയൻറ്റേഷൻ മാറ്റിയത് കൊണ്ടാണ് ഇപ്പോൾ അത് തിരിഞ്ഞു വന്നേക്കണം. ഇപ്പോൾ ഇങ്ങനെയായി തിരിഞ്ഞു. അപ്പോൾ ഇത് ഓറിയൻറ്റേഷൻ ഞാനിപ്പോൾ നമുക്ക് ക്യാമറയുടെ തിരിക്കുന്നതനുസരിച്ച് മാറ്റണം. ഇപ്പോൾ 4 സൈഡിലേക്കും സിമ്പിൾ വന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഞാനിപ്പോൾ ക്യാമറ ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ തിരിയും. ക്യാമറ ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ തിരിയും. 4 വശത്തേക്ക് നമുക്ക് ക്യാമറ നമ്മളെങ്ങനെ പൊസിഷൻ ചെയ്യുന്നു അതനുസരിച്ച് മെനു മാറിക്കൊണ്ടിരിക്കുക. അതാണ് ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത്. നമ്മൾ അഡ്വഞ്ചറസ് ഷോട്ട് എടുക്കുമ്പോൾ ക്യാമറ തിരിച്ചും മറിച്ചൊക്കെ പിടിക്കുമ്പോൾ അതനുസരിച്ച് മെനു മാറണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഓൾവേസ് ഇങ്ങനെ 4 സൈഡിലേക്ക് ആക്കിയിടാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു സൈഡിലേക്ക് മാത്രമേ ഇടാം. അതുകൊണ്ട് ലാസ്റ്റത്തേതാണ് നമ്മുടെ മാക്സ് ലെൻസ് മോഡ്. ഈ മാക്സ് ലെൻസ് മോഡ് നമുക്ക് എക്സ്ട്രാ മാക്സ് ലെൻസ് ഇതിനകത്ത് അറ്റാച്ച് ചെയ്യണം. ഇത് വരുന്ന ഈ ഡീഫോൾട്ട് ലെൻസ് അല്ലാതെ മാക്സ് ലെൻസ് ഇത് ഊരിയിട്ട് മാക്സ് ലെൻസ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഫീച്ചർ എനേബിൾ ചെയ്യാം. അതായത് ആ ഫീച്ചർ എന്ന് വെച്ചാൽ മാക്സ് ലെൻസിൽ അറിയാം അതിനകത്ത് പനോരമിക് വ്യൂ ലോക്ക് അങ്ങനെയല്ല ഉണ്ട്. നമ്മൾ ഫോൺ 360 ഡിഗ്രി കറക്കിയാലും പനോരമിക് ലോക്ക് ആയിട്ടിരിക്കും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഫീച്ചേഴ്സ് എല്ലാം ആ മാക്സ് ലെൻസ് മോഡിലുള്ളതാണ്. അപ്പോൾ അത് എനേബിൾ ചെയ്യാനുള്ള മെനു ആണിത്. ഇനി നമ്മൾ ലെഫ്റ്റിലേക്ക് 2 സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ കണക്ഷൻസ് ആൻഡ് പ്രിഫറൻസ് ഉണ്ട്. കണക്ഷൻസിനകത്ത് നമുക്ക് വയർലെസ് കണക്ഷൻ വൈഫൈ ആണ് കണക്ട് ആവുന്നത്. ഈ വൈഫൈ നമ്മൾ കണക്ട് ചെയ്തിട്ട് നമ്മുടെ മൊബൈൽ ഫോണിൽ, നമ്മുടെ ആൻഡ്രോയിഡ് ബേസ്ഡ് മൊബൈൽ ഫോൺസിൽ ഗോപ്രോൻ്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതുവഴി നമുക്ക് ഈ ഗോപ്രോയായിട്ട് കണക്ട് ചെയ്യാം. ഈ ഗോപ്രോൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ എല്ലാം ട്രിഗർ ചെയ്യുന്നത് ആ ആപ്പ് വഴിയാണ്. അതുമാത്രമല്ല നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഗോപ്രോ ക്യാമറയെ കൺട്രോൾ ചെയ്യാനും ആ ആപ്പ് വഴി നമുക്ക് സാധിക്കും. ഇതുപോലെ വയർലെസ് വഴി കണക്ട് ചെയ്ത് സാധാരണ നമ്മുടെ മൊബൈൽ ഫോണിലുള്ള വൈഫൈ കണക്ഷൻ്റെ അതേ സെറ്റിങ്സ് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുക. അതാണ് വയർലെസ് കണക്ഷൻ. പ്രിഫറൻസിനകത്ത് മുന്നേ പറഞ്ഞ പോലത്തെ കുറേ ഇപ്പോൾ ജനറൽ പോയി കഴിഞ്ഞാൽ ബീപ്പ് വോളിയം, ഹൈ ലോ അതൊക്കെ ആക്കാനുള്ള ക്വിക്ക് ക്യാപ്ചർ ഇതൊക്കെ മുന്നേ നമ്മുടെ ആ ക്വിക്ക് പാനലിൽ വന്ന അതേ മെനൂസൊക്കെ തന്നെയാണ്. ഓട്ടോ പവർ ഓഫ്, ലേഡീസ്, ആൻറ്റി ഫ്ലിക്കർ, വോയിസ് കംപ്രഷൻ, ഡേറ്റ് ആൻഡ് ടൈം ഇതാണ് ജനറലിലുള്ള സെറ്റിങ്സ്. രണ്ടാമത്തത് വോയിസ് കൺട്രോൾ. ഇതിപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ നമ്മളുടെ ക്വിക്ക് മെനു പാനലിൽ കണ്ട അതേ മെനു തന്നെയാണ് വോയിസ് കൺട്രോൾ. ഇവിടെ ഇപ്പോൾ ഓഫാണത്. പിന്നെ ലാംഗ്വേജ്, കമാൻഡ്സ് ഇതാണ് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള കമാൻഡ്സ്. നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. ഗോപ്രോ ക്യാപ്ചർ, സ്റ്റോപ്പ് ക്യാപ്ചർ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അതനുസരിച്ച് വർക്കാവും. അതാണ് നമ്മുടെ വോയിസ് കൺട്രോൾ മെനു. പിന്നെ ഡിസ്പ്ലേ, ഓറിയൻറ്റേഷൻ ലാൻഡ്സ്കേപ്പിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പിന്നെ സ്ക്രീൻ സേവർ, അങ്ങനത്തെ ബ്രൈറ്റ്നെസ് ഇതൊക്കെയാണ് ഡിസ്പ്ലേൻ്റെ സെറ്റിങ്സ്. റീജിയൻ, ഇത് ലാംഗ്വേജ് നിങ്ങൾക്ക് GPS ഒക്കെ ഓണാക്കാനും ഓഫാക്കാനുള്ള മെനു. മോഡ്സ്, ഇവിടെ മാക്സ് ലെൻസ് മോഡ് അത് മുന്നേ പറഞ്ഞ പോലെ മാക്സ് ലെൻസ് മോഡ് ഓൺ ചെയ്യാനും, അല്ലെങ്കിൽ മീഡിയ മോഡ് അറിയാം. ഇതിനകത്ത് നമ്മൾ എക്സ്റ്റേണൽ വേറൊരു അറ്റാച്ച്മെൻറ്റ് ചെയ്താൽ മാത്രമേ മീഡിയ മോഡ് നമുക്ക് എനേബിൾ ആക്കിയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അത്രയാണ്. പിന്നെ എബൌട്ട് റീജിയൻ, റെഗുലേറ്ററി, റീസെറ്റ് അങ്ങനത്തെ കുറച്ച് മെനൂസ് മാത്രമാണ്. റെഗുലേറ്ററി മീൻസ് ജസ്റ്റ് റെഗുലേറ്ററി നമ്പേഴ്സും കാര്യങ്ങളാണ്. റീസെറ്റ് നമുക്ക് ഇതെല്ലാം സെറ്റിങ്സ് എല്ലാം റീസെറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അത്രയാണ് മെനുവിൻ്റെ അകത്തുള്ളത്. ഇനി നമുക്ക് ക്യാമറയിൽ നിന്ന് നമ്മൾ താഴെ നിന്ന് മുകളിലോട്ട് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ മുന്നേ എടുത്ത വീഡിയോസിൻ്റെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പിക്ചർ ആയാലും വീഡിയോ ആയാലും നമുക്ക് മുന്നേ വീഡിയോ എടുത്തത് കാണാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഇവിടെ തന്നെ പ്ലേ ചെയ്ത് നോക്കാനൊക്കെ പറ്റുന്നതായിരിക്കും.
അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് പിന്നെ ഗ്രിഡാക്കി കാണിക്കാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് മുന്നേ കണ്ട ഇതുപോലെ നമുക്ക് മൊബൈൽ ഫോണിലെ ഗാലറി കാണും പോലെ തന്നെ നമുക്ക് അതുപോലെ കാണാൻ സാധിക്കുന്നതാണ്. ഡിലീറ്റ് ചെയ്യാനൊക്കെ നമുക്ക് പറ്റും. താഴേക്ക് സ്വൈപ്പ് ചെയ്താൽ തിരിച്ച് നമ്മൾ ക്യാമറ മോഡിലേക്ക് തന്നെ വരും. ഇവിടെ ഇപ്പോൾ ഈ സെലക്ട് ചെയ്തിരിക്കുന്നതാണ് ഇപ്പോഴത്തെ നമ്മളുടെ ക്യാമറ മോഡ്. ഇപ്പോൾ നമ്മൾ മാറ്റാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മാക്സ് വീഡിയോ ആദ്യം ഞാൻ സെലക്ട് ചെയ്തുകൊണ്ടാണ് അങ്ങനെ കിടക്കുന്നത്. നമ്മളിവിടെ നമുക്കിവിടെ അറിയാം, ഇവിടെ മോഡ് ബട്ടൺ ഉണ്ട്. ഈ മോഡ് ബട്ടൺ ഞാൻ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാക്സ് ഫോട്ടോ, മാക്സ് ടൈം ലാപ്സ്, മാക്സ് വീഡിയോ, ഇതെന്നാൽ എല്ലാം ഇപ്പോൾ മാക്സ് എന്ന് പറഞ്ഞ കാരണം എന്താ വെച്ചാൽ നമ്മൾ ക്വിക്ക് പാനലിൽ നിന്ന് മാക്സ് ഇത് എനേബിൾ ചെയ്തതാണ്. ഇതിപ്പോൾ ഞാൻ ഡിസേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം പോയി. ഇനിയിപ്പം നമ്മൾ മോഡ് സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മോഡിൽ കാണിക്കുക ഫോട്ടോ, ടൈം ലാപ്സ്, വീഡിയോ, ഇങ്ങനെ ഉള്ളൂ. ഇതിപ്പം ഇങ്ങനെ ഒന്നിലും നമുക്ക് മോഡ് ബട്ടൺ പ്രസ് ചെയ്ത് നമുക്ക് നാവിഗേറ്റ് ചെയ്യാം. ഇല്ലാന്നെങ്കിൽ നമുക്ക് വെറുതെ ഈ ഇതിന് ചുമ്മാ സ്ലൈഡ് ചെയ്താൽ മതി. സ്ലൈഡ് ഇപ്പോൾ വീഡിയോ ആണ്, ഇപ്പോൾ ടൈം ലാപ്സായി, തിരിച്ചിങ്ങോട്ട് വീഡിയോ, തിരിച്ചുകൊണ്ട് കഴിഞ്ഞാൽ ഫോട്ടോ, ഇപ്പോൾ ഫോട്ടോ മോഡായി. ഇനിയിപ്പോൾ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കും. തിരിച്ചിങ്ങോട്ട് ഒരു വീഡിയോ മോഡാക്കി കഴിഞ്ഞാൽ നമുക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ക്യാപ്ചർ. അപ്പോൾ ഇവിടെ കുറച്ച് മെനൂസ് ഇവിടെ ഓൾറെഡി കാണിക്കുന്നുണ്ട്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒച്ചിൻ്റെ പടം കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് സ്ലോ മോഷൻ്റെയാണ്. ഇപ്പോൾ 2x സ്ലോ മോഷൻ എനേബിൾഡായി. പിന്നെ ഇത് താഴെ എന്നുള്ളത് ക്യാമറയുടെ വൈഡ് മോഡാണോ ലീനിയർ ആണോ എന്നുള്ളതാണ്. ഇപ്പം മേളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ അത് വൈഡായി, സൂപ്പർ വൈഡായി. നിങ്ങൾക്കിപ്പോൾ തന്നെ ക്യാമറയുടെ ഇത് മനസ്സിലാക്കാൻ സാധിക്കും. ലീനിയർ ആക്കിയിട്ടിരിക്കുന്നതാണ് ഞാൻ. ഓക്കെ, ഇനി ഇതിനകത്ത് ഇപ്പുറത്താണെങ്കിൽ ഇത് നമ്മുടെ ബൂസ്റ്റ് ചെയ്യാനുള്ളതാണ്. സ്റ്റെബിലൈസേഷന് വേണ്ടിയുള്ള ബൂസ്റ്റിംഗ് ആണ് ഈ ഓൺ ചെയ്യുന്നത്. ബൂസ്റ്റ് ഓണാക്കാതെ തന്നെ ഗോപ്രോയ്ക്ക് ഹൈപ്പർ സ്മൂത്ത് 3.0 ഉള്ളതുകൊണ്ട് തന്നെ ഒരുമാതിരിപ്പെട്ട എല്ലാ ജമ്പിങ് എല്ലാം നമുക്ക് ഒഴിവാക്കി കിട്ടും. ഇനി അതല്ല, കുറച്ച് ബൂസ്റ്റ് കൂടി ഓണാക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് ബെറ്റർ സ്റ്റെബിലൈസേഷൻ കിട്ടുന്നതാണ്. ഇത് നമുക്ക് സൂമാണ്. ഈ സ്റ്റാൻഡേർഡ് മോഡിൽ അൺഅവൈലബിൾ എന്നാണ് പറയുന്നത്. ബൂസ്റ്റ് മോഡ് ഇപ്പോൾ നമുക്ക് സൂം എനേബിളായി കിട്ടി. അപ്പോൾ സൂമിൽ ക്ലിക്ക് ചെയ്ത് 2x വരെ നമുക്കിങ്ങനെ 1.4 വരെ, ഓക്കെ 1.5 വരെ നമുക്കിങ്ങനെ സൂം ചെയ്യാവുന്നതാണ്. ഇത് താഴെ ഇപ്പോൾ എന്താണ് സ്റ്റാൻഡേർഡ് മോഡിലാണ് കിടക്കുന്നത്. സ്റ്റാൻഡേർഡ് മോഡിൽ ഇപ്പോൾ കണ്ടില്ലേ 4K 30 ആൻഡ് ലീനിയർ. ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ സ്റ്റാൻഡേർഡ് 4K. നമുക്ക് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാറ്റാം. ഇവിടെ നമുക്ക് കണ്ടില്ല റെസൊല്യൂഷൻ 4K 30 FPS, ലെൻസ് ലീനിയർ, ഹൈപ്പർ സ്മൂത്ത് ഹൈ, ഇതെല്ലാം സെലക്ട് ചെയ്ത് കിടക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് മാറ്റാം, സേവ് ചെയ്ത് തരാം. പിന്നെ ഇത് ആക്ടിവിറ്റി, ഇത് ഓരോ നമ്മുടെ ഒരു യൂസർ പ്രൊഫൈൽ പോലെ സേവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്വിക്ക്ലി സെലക്ട് ചെയ്തിട്ട് നമുക്ക് അതനുസരിച്ച് ക്യാപ്ചർ ചെയ്യാം. സ്ലോ മോഷൻ, സിനിമാറ്റിക്, ആക്ടിവിറ്റി, സ്റ്റാൻഡേർഡ്, അങ്ങനെ. ഞാൻ സ്റ്റാൻഡേർഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് വന്നു. നമുക്ക് സ്റ്റാർട്ട് റെക്കോർഡിങ് അതേപോലെ ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ഗോപ്രോൻ്റെ മെനു ഐറ്റംസ് ഡീറ്റെയിൽസ്. ഇനി നമുക്ക് ഗോപ്രോ ഹീറോ 9ൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഏറ്റവും മികച്ച ഫീച്ചറായിട്ടുള്ള 5K വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ മെനു ഓപ്ഷൻ നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ നമുക്കിപ്പോൾ സ്റ്റാൻഡേർഡ് എന്നാണ് ഇപ്പോൾ താഴെ കാണുന്നത്. അപ്പോൾ നമ്മളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് മാറ്റാം. ഇപ്പോൾ സ്റ്റാൻഡേർഡ് 4K എന്നാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് മാറ്റാനായിട്ട് അതിൻ്റെ ഇവിടെ ഒരു എഡിറ്റ് ബട്ടൺ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റെസൊല്യൂഷൻ FPS എന്നുള്ളത് 4K ആണ് കിടക്കുന്നത്. അത് നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 5K 4K 2.7K 1080 അങ്ങനെ കിടക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ 4K ആണ് ഇപ്പോൾ ഓൾറെഡി സെലക്ട് ആയി കിടക്കുന്നത്. ഞാനത് 5K ആയിട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ പറയുന്നത് ഈ 5K സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ HEVC സപ്പോർട്ടുള്ള കമ്പ്യൂട്ടറിലോ ഫോണിലോ മാത്രമേ ഈ വീഡിയോ പ്ലേ ചെയ്യാൻ സാധിക്കുള്ളൂ എന്നുള്ള വാർണിംഗ് നോട്ടീസാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ഇപ്പോൾ നമ്മളത് 5K ആയിട്ട് സെലക്ട് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം സ്റ്റാൻഡേർഡ് 5K 30 FPS ലീനിയർ 30 FPS 5Kയിൽ നമുക്ക് 30 FPS ഫീൽഡിൽ മാത്രമേ ഷൂട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇത് നമ്മൾ സാധാ പോലെ തന്നെ നമ്മൾ റെക്കോർഡിംഗ് ബട്ടൺ അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 5Kയിൽ നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യാണ്. വീണ്ടും ക്ലിക്ക് ചെയ്ത് സ്റ്റോപ്പായി. അപ്പോൾ ഇതാണ് നമ്മുടെ 5K സെറ്റിങ്സ്.
ഇതാണ് GoPro Hero 9ൻ്റെ 5K ക്വാളിറ്റി റെസൊല്യൂഷൻ വീഡിയോ വിത്ത് ഓഡിയോ.